മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ഫെബ്രുവരിയിൽ രാജിവെക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിക്കും. ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ എന്ന് വേണമെങ്കിൽ പറയാം. BJPക്ക് വേണ്ടി എല്ലാ രീതിയിലും കുഴലൂതുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഈ കാലയളവിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. EVM മാറ്റി ബാലറ്റ് പേപ്പർ ഡൽഹിയിലെങ്കിലും കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയാണ് കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസ്യത വേണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ മാറ്റി പേപ്പർ പരീക്ഷിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തൂ. ബാലറ്റാണോ EVM ആണോ കൊള്ളാവുന്നതെന്ന്. 5 വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ 2 ദിവസം വൈകും എന്ന് വിചാരിച്ച് ജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയുമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത 5 കൊല്ലം ജനങ്ങളെ ആര് നയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഭരിക്കാനല്ല, മറിച്ച് മാർഗനിർദ്ദേശം കൊടുത്ത് ജനങ്ങൾക്ക് സഹായം നൽകുന്ന ആളുകൾ അവരെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കണക്കാക്കണമെന്ന നിബന്ധന മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഇത് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 70 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ EVM ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉണ്ടാകാവുന്ന കൃത്രിമത്വം നേരത്തെ തന്നെ ഇരു പാർട്ടികളും ചൂണ്ടിക്കാട്ടിയതാണ്. ഇതിൽ കോൺഗ്രസ് ഒരുപടി മുന്നിൽ കടന്നുകൊണ്ട് ഒരു കാര്യം അസന്നിഗ്ധമായി പറഞ്ഞു. 70 നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഈ കള്ളക്കണക്കുകൾ തെളിവോടുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. EVMൽ അധിക വോട്ടുകൾ എണ്ണപ്പെട്ടു എന്നുള്ള വലിയ ഗുരുതര ആരോപണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉടലെടുത്തതാണ്. നാസിക്കിലും മറ്റ് ഗ്രാമീണ മേഖലകളിലും ഇതിന്റെ പേരിൽ തമ്മിലടി തന്നെ നടന്നു. വോട്ടിംഗുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കുകൾ ഹരിയാന തെരഞ്ഞെടുപ്പ് മുതൽ റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇത് തിരിച്ചറിയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോടതിക്കെങ്കിലും കഴിയണമെന്ന അപേക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നിരവധിയായ സംഘടനകളും പൊതുതാൽപര്യം കൊടുത്തിരിക്കുന്നത്. ഈ പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലെങ്കിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും നടപ്പാക്കണം. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന BJPയുടെ ഹിഡൻ അജണ്ട നടക്കാനേ പോകുന്നില്ല. അത് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ ആ ബില്ല് പാസാക്കാൻ കഴിയില്ല. ഓർഡിനൻസ് വഴി വളഞ്ഞ വഴി സ്വീകരിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ BJP ആവുന്നത്ര കള്ളക്കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഫാസിസം വരണമെന്നതും ഇനി തിരഞ്ഞെടുപ്പേ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ആദ്യപടിയാണ് ഇലക്ഷനുകൾ ഒരു തവണയാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയ. 5 കൊല്ലത്തിനിടയിൽ നടക്കുന്ന ഈ പ്രക്രിയ വഴി നടത്താൻ പോകുന്ന കള്ളത്തരങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് BJPയുടെ കയ്യിലുണ്ടെന്ന് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്.